ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കക്ഷി നമ്മൾ ഒരിക്കലും മറക്കാത്ത ദൃഷ്ടാന്തമാണ്. അയാൾ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഇവിടെ വന്നു, വളരെ അസ്വസ്ഥമായിട്ട്. ഉച്ചയ്ക്കൊരു റോയൽ എന്നുള്ളൊരു ബസ്സുണ്ട്, അതിലാണ് വന്നവിടെ. എന്താ സംഭവിച്ചാൽ വന്നു, നമ്മൾ ആര് വന്നാലും അദ്ദേഹം ഭക്ഷണം കഴിച്ച് വരുമെന്നാണ് പറയാറ്. ഇയാൾ ഭക്ഷണം കഴിക്കാനൊന്നും പോകാൻ കൂട്ടാക്കണില്ല. വർത്തമാനം സ്വാമിയോട് സംസാരിച്ചിട്ട് പോയവരാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വരും. ഇയാൾ പോയിട്ട് അവിടെ പോയിട്ട് കള്ളുടിയന്മാരിങ്ങനെ ഈ പ്ലേറ്റിൽ ഇങ്ങനെ കൈകൊണ്ട് കളിക്കില്ലേ, അതുപോലെയൊക്കെ കളിച്ച് ഉണ്ടെന്ന് വരുത്തിയിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് വിവാഹാലോചന ഉള്ളത് കൊണ്ട് പറഞ്ഞിരുന്നു ആദ്യം. അങ്ങനെ വിവാഹാലോചനയായി നാട്ടിലുള്ളൊരു ജോലിസ്ഥരെ നോക്കി, തരക്കേടില്ല, എന്താ 7 പൊരുത്തോ 6 പൊരുത്തോറ്റോ ഒക്കും, അത് മതി എന്നൊക്കെ പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചില്ല എന്നാൽ നിശ്ചയിച്ചു. അപ്പം അങ്ങനെയാണല്ലോ ഈ ഹോളിൻ്റെ പ്രയാസമൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന ദിവസമാവാം എന്നൊക്കെ നിശ്ചയിച്ചു. കല്യാണം ഔപചാരിക നിശ്ചയം ഇന്ന ദിവസമാവാമെന്ന് നിശ്ചയിച്ചു. ഹോള് ഏർപ്പാട് ചെയ്തു. അങ്ങനെ 2 വീട്ടുകാരും അടുത്തു, 2 കുട്ടികളും അടുത്തു, ചെക്കനും പെണ്ണും അടുത്തു. പണ്ടൊക്കെ വെച്ചാൽ കല്യാണത്തിൻ്റെ അവിടുന്നാണ് ചെക്കനും പെണ്ണും കാണുന്നത്. ഇതിപ്പോൾ അതല്ലല്ലോ. പിറ്റേന്ന് തന്നെ ഫോണ് കൈമാറൽ. പണ്ടൊക്കെ മോതിരം കൈമാറുക, വള കൈമാറൊക്കെ കേട്ടിട്ടുണ്ട്. ഇതല്ല, അപ്പോൾ ഫോണാണ് കൈമാറുക. പിറ്റേന്ന് തന്നെ ഫോണ് കൈമാറൽ, വിളിയായി, അതായി ഇതായി. അങ്ങനെ ഇരിക്കുമ്പോഴോ ഏകദേശമൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പത്നി പറയണത്, അല്ല നമ്മുടെ ചില കാര്യങ്ങൾക്കൊക്കെ സമാശ്രയിച്ചാൽ വലിയ ജ്യോത്സ്യരില്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയിട്ടൊന്ന് നോക്കിച്ചൂടെ. നോക്കണേ, ഇതൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ് ഇവർ ഇത്ര അടുത്തതിന് ശേഷം. അങ്ങനെ ഇയാൾ വലിയ ജ്യോത്സ്യരെടുത്ത്, വേണ്ട കേട്ടോ നമ്മളൊക്കെ നിശ്ചയിച്ചതല്ലേ, നിങ്ങൾ പോകണം. പിന്നെ അവരെ പണക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇയാൾ പാവം പോയിട്ട് അയാൾ ഇതൊക്കെ നോക്കി, 2 ജാതകമൊക്കെ നോക്കി. ഒരു തരത്തിൽ ഇത് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ഇതോ മറ്റോ യോജിപ്പിച്ചാൽ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൾ വിധവയാവും. ഞാൻ സമ്മതിക്കില്ല അത് കൂട്ടിക്കെട്ടാൻ. ഇയാൾക്ക് ആകെ അവിടുന്ന് തലകറക്കോ എന്തൊക്കെയോ സംഭവിച്ചു. ദക്ഷിണ കൊടുത്തു എന്ന് വരുത്തി ഇയാൾ കോഴിക്കോട് വന്നു. ഇയാൾക്ക് വടകരയ്ക്കാണ് പോകേണ്ടത്. വടകരയ്ക്ക് ബസ് കയറേണ്ട ആൾ കൊളത്തൂർ ക്ഷേത്രം ബസ്സിൽ ഇങ്ങോട്ട് കയറി ഇവിടെ വന്നു. അപ്പോൾ ഇയാൾ എല്ലാ സ്ഥിതിഗതികളും പരിശോധിച്ചപ്പോൾ നമ്മൾ ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഞാൻ തരാം. 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൾ വിധവയാവില്ല, ഉറപ്പാണ്. ധൈര്യമായിട്ട് നടത്തിക്കൊള്ളു. എന്താ സ്വാമിക്ക് ഇത്ര ധൈര്യം? എനിക്ക് ധൈര്യം, എന്ത് ധൈര്യം? ഒരു ധൈര്യമില്ല. ഒരു ധൈര്യം. നേരെ മറിച്ച് നടത്തിയിട്ടില്ല വെച്ചാൽ അപ്പം ചാവും അവർ. കാരണം അവർ അത്ര അടുത്ത് പോയി. അപ്പം നടന്നിട്ടില്ല വെച്ചാൽ അവർ ചിലപ്പോൾ കെട്ടി തൂങ്ങിയെന്ന് വരും, അല്ലെങ്കിൽ അവർ നാട് വിട്ടു എന്ന് വരും. രണ്ടും കൂടി. രണ്ടായാലും പ്രശ്നമാണ്. നാട് വിട്ടാൽ വീട്ടിലൊരു അസ്വസ്ഥതയായി, കെട്ടി തൂങ്ങിയാൽ പോവുകയും ചെയ്തു. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ നടത്തിക്കോളൂ, ഒരു കുഴപ്പം വരില്ല. ഞാനാ പറയണത്, നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഓ വിശ്വാസമാണ്. ശരി. അപ്പം ഭാര്യയോടെന്ത് പറയും? ഈ കള്ളം പറയാൻ പാടില്ല, പക്ഷേ സത്യം വേണ്ട പോലെ പറയണ്ടല്ലോ. അതൊക്കെ ഒന്ന് ഒരു ഉപായം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉപായമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താണെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കരുത്. ഞാൻ ഉപായം നിങ്ങൾ വേറെ പ്രയോഗിക്കണ്ട. അത്യാവശ്യം ഒന്ന് ഒറ്റയ്ക്ക് കണ്ട് ദക്ഷിണയൊക്കെ തന്നാൽ പറഞ്ഞു തരാം. ഏതായാലും ഇയാൾ പോയി, കാര്യം നടന്നു, കല്യാണം കഴിഞ്ഞു കുട്ടിയുടെ. നോക്കൂ, ഈ കൈകൊണ്ടാണ് അവരുടെ 2 കുട്ടികൾക്ക് ചോറൂണുണ്ടായത്. ഈ കൈകൊണ്ടാണ് 2 കുട്ടികൾക്ക് വിദ്യാരംഭം കുറിച്ചത്. ഒരാൾ എൻജിനീയറിങ്ങിന് പഠിക്കുക, അപ്പോൾ മൂത്ത കുട്ടി. മറ്റേ കുട്ടി +2 ആട്ടാ പഠിക്കണത്. ആ ജ്യോത്സ്യർ പറഞ്ഞ കേട്ടിട്ട് കല്യാണം നടത്തിയിട്ടില്ലായിരുന്നെങ്കിലോ? വലിയ ജ്യോത്സ്യരാണ്. അല്ല, സൂക്ഷ്മ പരിശോധനയിലാണെന്ന് പറഞ്ഞത്. നമുക്ക് ജ്യോതിഷം അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ജ്യോതിഷത്തിൽ പൂജ്യസ്വാമി ചിദാനന്ദപുരിയാണ്. പക്ഷേ സാമാന്യ യുക്തിബോധം നമുക്ക് വേണം. എന്തായാലും സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഡിവോഴ്സും ആയിട്ടില്ല, വിധവയായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇതൊന്നും കഥ പറയല്ല, അനുഭവം പറയുക. ഇയാൾ ഇതിന് വന്നിരുന്നു, നമാമി ശങ്കരത്തിൻ്റെ സമയത്ത് ഇയാൾ വന്നിരുന്നു ഇവിടെ.